ഹായ് ഫ്രണ്ട്സ്, PSC വിസ്തത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫെയേഴ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ലെ ഓസ്ട്രേലിയൻ ഓപ്പണിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് എലേന റിബാക്കിനയാണ് 2026 ഓസ്ട്രേലിയൻ ഓപ്പണിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം മോട്ടു എന്ന ആനക്കുട്ടിയാണ് കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം. വനിതാ പ്രീമിയർ ലീഗിലെ ആദ്യ മലയാളി അമ്പയർ ആയത് ടോണി ഇമ്മട്ടിയാണ് വനിതാ പ്രീമിയർ ലീഗിലെ ആദ്യ മലയാളി അമ്പയർ ആയത്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അടിസ്ഥാനത്തിലുള്ള റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോം ഭാരത് ടാക്സിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അടിസ്ഥാനത്തിലുള്ള റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോം. 2026 അണ്ടർ-19 ക്രിക്കറ്റ് ലോക കിരീടം നേടിയത് ഇന്ത്യയാണ് 2026 അണ്ടർ-19 ക്രിക്കറ്റ് ലോക കിരീടം നേടിയത്. രാജ്യത്തെ ആദ്യത്തെ LNG ഡീസൽ ഡെമു ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? അഹമ്മദാബാദിലാണ് രാജ്യത്തെ ആദ്യത്തെ LNG ഡീസൽ ഡെമു ട്രെയിൻ പ്രവർത്തനം ആരംഭിച്ചത്. 2026 ഫെബ്രുവരിയിൽ $800 ബില്യൺ ആസ്തിയുള്ള ലോകത്തിലെ ആദ്യ വ്യക്തിയായത് ആരാണ്? ഇലോൺ മസ്ക് ആണ് 2026 ഫെബ്രുവരിയിൽ $800 ബില്യൺ ആസ്തിയുള്ള ലോകത്തിലെ ആദ്യ വ്യക്തിയായത്. മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി ആരാണ്? സുനേത്ര പവാറാണ് മഹാരാഷ്ട്രയിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി. കേരളത്തിൻ്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്ന മഹാമാഘ മഹോത്സവം നടന്നത് ഏത് പുഴയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ് കേരളത്തിൻ്റെ കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്ന മഹാമാഘ മഹോത്സവം നടന്നത്. പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് ശ്രീ ഗുരു രവിദാസ് മഹാരാജ് ജി വിമാനത്താവളം എന്നാണ് പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര്. 2026 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ് 2026 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ. 2026 കുടുംബശ്രീ ആരംഭിച്ച ടേക്ക് അവേ കൗണ്ടറുകളുടെ പേര് മീറ്റ് പോയിന്റ് എന്നാണ് 2026 കുടുംബശ്രീ ആരംഭിച്ച ടേക്ക് അവേ കൗണ്ടറുകളുടെ പേര്. 2026 ഗ്ലോബൽ സൈബർ പീസ് സമ്മിറ്റ് വേദി ന്യൂഡൽഹിയാണ് 2026 ഗ്ലോബൽ സൈബർ പീസ് സമ്മിറ്റ് വേദി. പ്രഥമ PK റോസി ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനായത് പ്രശാന്ത് ഈഴവനാണ് പ്രഥമ PK റോസി ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനായത്. 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മലയൻകീഴ് ഗോപാലകൃഷ്ണനാണ് 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിനു കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസ് ഭാരത് ടാക്സിയാണ് കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിനു കീഴിൽ ആരംഭിച്ച ഓൺലൈൻ ടാക്സി സർവീസ്. കേരളത്തിൽ ആദ്യമായി കാഴ്ച വൈകല്യമുള്ള വനിതാ ജഡ്ജിയാകാൻ പോകുന്ന വ്യക്തി താന്യ നാഥൻ സി ആണ് കേരളത്തിൽ ആദ്യമായി കാഴ്ച വൈകല്യമുള്ള വനിതാ ജഡ്ജിയാകാൻ പോകുന്ന വ്യക്തി. 2026 ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായത് സിംബാബ്വേയും നമീബിയയുമാണ് 2026 ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായത്.
2026 ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം? ഇന്ത്യയാണ് 2026 ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത്. ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ ഭീകരരെ അമർച്ച ചെയ്യാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യം. ഓപ്പറേഷൻ കിയയാണ് ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ ഭീകരരെ അമർച്ച ചെയ്യാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്